കണ്ണൂർ തലശ്ശേരിയിൽ കുളം വൃത്തിയാക്കുന്നതിനിടെ മീൻ കൊത്തിയുണ്ടായ അണുബാധയെ തുടർന്ന് യുവാവിന്റെ കൈപ്പത്തി മുറിച്ചുമാറ്റി. കോശങ്ങളെ കാർന്നു തിന്നുന്ന അപൂർവമായ ബാക്ടീരിയ ശരീരത്തിലെത്തിയതാണ് കാരണം. 1 മാസം മുൻപാണ് മാടപ്പീടികയിലെ രജീഷിന്റെ കയ്യിൽ മീൻ കൊത്തി മുറിവുണ്ടായത്. പറഞ്ഞാൽ വിശ്വസിക്കൂല, കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഇറച്ചിയൊന്നും ഇല്ല, എല്ലാം ഇതാക്കി കൊട്ടാക്കി. വലതു കൈപ്പത്തി മുഴുവനായി മുറിച്ചുമാറ്റി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയതേയുള്ളൂ ക്ഷീരകർഷകനായ രജീഷ്. എന്താണ് യുവാവിന് സംഭവിച്ചത്? മാടപ്പീടികയിലെ വീടിനോട് ചേർന്ന് രജീഷ് പച്ചക്കറി കൃഷി നടത്തുന്ന സ്ഥലം, അതിനോട് ചേർന്നുള്ള ചെറിയ കുളമാണിത്. ഇവിടെ വൃത്തിയാക്കുന്നതിനിടെയാണ് മീനിൻ്റെ കുത്തേൽക്കുന്നത് കൈവിരലിന് രജീഷിൻ്റെ. അതിലൂടെ അണുബാധയുണ്ടായി. ഒടുവിലാണ് കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ടി വന്നത്. മുഷുവിൻ്റെ ചെറിയ ടൈപ്പ്, നമ്മുടെ നാട് പറയുന്ന കടു എന്ന് പറയും, അതാ കുത്തി. ഫെബ്രുവരി ആദ്യ ആഴ്ചയായിരുന്നു സംഭവം. വിരൽത്തുമ്പിൽ ചെറിയ മുറിവ്. കോടിയേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രതിരോധ കുത്തിവയ്പ്പും എടുത്തു. പിന്നെ പൈപ്പ് വെള്ളത്തിലെല്ലാം കഴുകി വൃത്തിയ സമയത്ത് പിന്നെ കടച്ചലൊന്നുമില്ല, അതിനെല്ലാം പോയിന്. പിന്നെ പുലർച്ചക്കാണ് തുടങ്ങി. ആദ്യം ഒരു ഓക്കാനം പോലെ വന്ന് കൈ കടച്ചൽ, കൈ മടങ്ങുന്നില്ല. 48 മണിക്കൂർ കഴിയുമ്പോഴൊക്കെ ഇത് കൈ ബീങ്ങുക, പിന്നെ ബബിൾസ് പോലെ പൊന്തുക, തീപ്പുള്ളി പോലെ പൊന്തുക, പിന്നെ അത് ജോയിൻ്റ് ആയിട്ട് ബലൂണിൽ വെള്ളം നിറച്ച പോലെ അങ്ങനെ ഒഴുകി കളിക്കുക. മാഹിയിലെ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അവിടെ എത്തിയപ്പോഴാണ് ഗുരുതരാവസ്ഥ വ്യക്തമായത്. ഗ്യാസ് ഗാംഗ്രീൻ എന്ന ബാക്ടീരിയൽ അണുബാധ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കാണുന്നത്. വിരലുകളിൽ നിന്ന് കൈപ്പത്തിയിലേക്ക് പടർന്നിരുന്നു. അതിവേഗം കോശങ്ങളെ ഇല്ലാതാക്കുന്നതിനാൽ മുറിച്ചു മാറ്റാതെ രക്ഷയുണ്ടായില്ല. താഴോട്ടിറങ്ങിയ തലച്ചോറിനെ ബാധിക്കുമെന്നാണ്. അതുകൊണ്ട് പിന്നെ കട്ടാക്കണ രക്ഷയില്ലെന്നാണ്. മീൻ കൊത്തിയുണ്ടായ മുറിവിലൂടെ അകത്തു കയറിയതാകാമെന്ന് ഡോക്ടർമാർ. ബാക്ടീരിയ ഒന്നിക്കൽ മണ്ണിന്ന്, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന്, അല്ലെങ്കിൽ മീനിൻ്റെ വായിൽ നിന്ന് ഒന്ന് ഉറപ്പിക്കും പറയുന്നില്ല. അത് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റും. വെള്ളം ടെസ്റ്റ് ചെയ്താലും മണ്ണ് പരിശോധിച്ചാലേ നിങ്ങൾക്ക് കിട്ടും. കർഷകനായ രജീഷിന് കൈപ്പത്തി നഷ്ടമായതോടെ ജീവിതവും പ്രതിസന്ധിയിലായി. അണുബാധ പകർച്ചവ്യാധിയല്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. എന്നാൽ ഗ്യാസ് ഗാംഗ്രീൻ അണുബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ചെളിവെള്ളത്തിൽ കാണാമെന്നതിനാൽ കരുതണമെന്ന് നിർദ്ദേശമുണ്ട്.